കോറോ ഹെൽത്തിന് പിന്നാലെ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ വന്നതോടെ IT അധിഷ്ഠിത തൊഴിൽ മേഖലയിൽ ആശങ്ക ശക്തമാവുകയാണ്. ഒറ്റ നോട്ടീസിൽ ജീവനക്കാരെ പിരിച്ചുവിടാൻ കഴിയുന്ന യാതൊരു തൊഴിൽ സുരക്ഷയും ഇല്ലാത്ത മേഖലയായി ഈ രംഗം മാറുകയാണ് എന്ന തിരിച്ചറിവിലാണ് ഉദ്യോഗാർത്ഥികൾ. തൃക്കാക്കരയിലെ ടാൾ ടോപ്പ് എന്ന കമ്പനിയാണ് 300-ലധികം ജീവനക്കാരെ പുതുതായി പിരിച്ചുവിട്ടത്. കഴിഞ്ഞ 11 മാസമായി ഇവർക്കുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും നൽകിയിട്ടുമില്ല. ശമ്പളം എന്ന് നൽകുമെന്നതിൽ കമ്പനി അധികൃതർ വ്യക്തമായ ഒരു ഉത്തരവും നൽകിയിട്ടില്ല. ഒരു ദിവസം പെട്ടെന്ന് ജോലി ഇല്ലാതാവുക, അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ ഇവിടെ ഉണ്ടാകാതിരിക്കുക, അതോടൊപ്പം പുതുതായിട്ട് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പഠിച്ച വിഷയത്തിൽ ജോലി കിട്ടാതിരിക്കുക, ഇതെല്ലാം അടുത്ത വർഷങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക എന്നതാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു പ്രശ്നത്തെ നേരിടുന്നതിനുള്ള പല നിയമങ്ങളും പല മാറ്റങ്ങളും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ ലേ ഓഫ് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഒരു വ്യക്തിയുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടുള്ള ലേ ഓഫ് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ ഈ കമ്പനികൾ മുന്നോട്ട് വെച്ചത് അവർ എല്ലാ നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇത് നടത്തിയിട്ടുള്ളതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ തൊഴിൽ നിയമങ്ങൾ ഒരു വ്യക്തിയുടെ ഒരു എംപ്ലോയിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ അറിയാൻ സാധിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ ഈ തൊഴിൽ നിയമത്തിലും ഇനി ഈ ഇൻഡസ്ട്രിയൽ ആക്ടിലും എല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഇതിനു വേണ്ടി മുൻകൈ എടുക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ്. ഒരു സംസ്ഥാനം ഒരു പുതിയ നിയമം അത് കമ്പനികൾക്കെതിരെയോ അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ എംപ്ലോയീസിന് ഫേവറബിൾ ആയിട്ടോ ചെയ്യുമ്പോൾ ആ കമ്പനി മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ഇവിടെ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തൊഴിൽ നിയമങ്ങളിലും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള നമ്മൾ ചർച്ച ചെയ്യുന്ന ലേബർ കോഡ്, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ട്, ഇതിലെല്ലാം ഒരു യൂണിഫോമിറ്റി, ഒരു എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ കൂടി മാത്രമേ ഈ കമ്പനികളെ നമ്മൾക്ക് ഒരു പരിധി വരെ ഇവർ എടുക്കുന്ന ഇതുപോലുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് എടുക്കുന്ന ലേ ഓഫിലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലും അവരെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, ഇത് കോറോ ഹെൽത്തിന് പുറമെ കൂടുതൽ ഇടങ്ങളിലേക്ക് ആശങ്ക ബാധിക്കുന്നു എന്നതാണ് സാഹചര്യം. ഈ കേന്ദ്ര നിയമത്തിൻ്റെ പിൻപറ്റിയാണോ ഈ സാധ്യതയിലെ ആളുകൾ പോകുക എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട്. ഡാനി, എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കമ്പനിയിൽ സംഭവിക്കുന്നത്? എന്താണ് മാനേജ്മെന്റ് എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ടോ? സജിത്ത്, ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച എൽദോ ചിറക്കച്ചാൽ, അദ്ദേഹം IT സംരംഭകനും അതോടൊപ്പം തന്നെ IPC എന്ന് പറയുന്ന പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് ഈ മേഖല നീങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ്. കാരണം ഇതിപ്പോൾ കേന്ദ്ര നിയമം, അതോടൊപ്പം തന്നെ ഈ IT മേഖലയിൽ വരുന്ന വിപ്ലവകരമായ ചില മാറ്റങ്ങൾ, ഇതെല്ലാം നേരിട്ട് ബാധിക്കാൻ പോകുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഈ മേഖല മാറുന്നു എന്നതാണ്. ഇപ്പോൾ ഈ നമ്മളറിയാം കോറോ ഹെൽത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. അതിനുശേഷം ഇപ്പോൾ വന്നത് ടാൾ ടോപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ അവസ്ഥ. അതിൽ 300ഓളം ജീവനക്കാരാണ്. അവർക്ക് വളരെ പെട്ടെന്ന് ഒരു തൊഴിൽ നഷ്ടം എന്ന രീതിയിലേക്ക് വരുമ്പോൾ അവർ കഴിഞ്ഞ ദിവസമാണ് അവർ തുറന്ന് സംസാരിക്കാൻ തയ്യാറായത്. ഏതാണ്ട് 11 മാസമായിട്ട് ശമ്പളം കിട്ടാത്തവർ അവിടെയുണ്ട്. 6 മുതൽ 11 മാസം വരെയും പലർക്കായിട്ട് ശമ്പളം കിട്ടാത്തവർ, ആനുകൂല്യങ്ങൾ കിട്ടാത്തവർ, ഒന്നും കിട്ടാത്തവരെല്ലാം തന്നെ അവിടെ തുടരുകയാണ് ചെയ്യുന്നത്. പല കാരണങ്ങൾ പറഞ്ഞ് കമ്പനി ന്യായീകരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവർ പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. അവർ പറയുന്നത് അതിനുശേഷം, സമരത്തിന് ശേഷമാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് സമ്മതിക്കുന്നത്. നമ്മൾ അതിൽ നൽകാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, വൈകാതെ നൽകുമെന്നതെല്ലാം പറയുമ്പോൾ അതിനൊരു വ്യക്തതയില്ല, അതിനൊരു തീരുമാനമാകുന്നില്ല. തീർത്തും ഒരു അസംഘടിത മേഖലയെ മുഴുവനായി ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഈ IT അധിഷ്ഠിത മേഖലകൾ മാറുന്നുണ്ട് എന്നത് സുവ്യക്തമായ ഒരു കാര്യമാണ്. ഇപ്പോൾ കോറോ ഹെൽത്ത്, അതിനുശേഷം ഇപ്പോൾ ടാൾ ടോപ്പ് തുടങ്ങിയ നിരവധിയായ ഇപ്പോൾ 2 കമ്പനികളിലേക്ക് വന്ന് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. അപ്പോൾ വരാനിരിക്കുന്നത് ഒരു കടുത്ത പ്രതിസന്ധിയുടെ കാലമാണ് എന്നത് ചെയ്യപ്പെടുന്നു. അതിൽ 2 കാരണങ്ങളാണ് വ്യക്തമാകുന്നത്. ഒന്ന്, കേന്ദ്ര തൊഴിൽ നിയമം അടക്കമുള്ള കാര്യങ്ങൾ
ഇവർക്ക് വളരെ പെട്ടെന്ന് തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനും ഒരുപക്ഷെ അവർക്ക് അനുകൂലമായി ഇതിൻ്റെ കമ്പനി നടത്തിപ്പുകാർക്ക് മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നൽകുന്നതാണ് പുതിയ നിയമം എന്നതെല്ലാമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ IT മേഖലയെ ബാധിക്കുന്നൊരു മറ്റൊരു വിഷയമെന്ന് പറയുന്നത് AI കടന്നുവരവാണ്. ഈ സാങ്കേതികവിദ്യ വരുമ്പോൾ വളരെയധികം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കടുത്ത പ്രതിസന്ധിയിലേക്കാണ് വരുന്നത്. ഇവിടെ ഈ ഒരു തൊഴിലാളി സംഘടനകൾ അവർക്ക് പോലും ഇതിൽ പ്രതിരോധിക്കാൻ ആർക്കും തന്നെ കഴിയാത്ത സാഹചര്യം തൊഴിൽ നിയമം മൂലമുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കോറോ ഹെൽത്തിലെ കാര്യം നമുക്കറിയാം. 800ഓളം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതിൽ ഒരു തീരുമാനവും ആകുന്നില്ല. അവർ ഒരു മാസത്തെ ശമ്പളം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതെ, പക്ഷേ അടുത്ത ടോപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് 11 മാസത്തെ ശമ്പളം കുടിശ്ശികയാണുള്ളതെന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ അവിടെ പൊതുവായി സംഭവിച്ചിരിക്കുന്നത് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം തന്നെയാണ് അവർക്ക്. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത IT മേഖലകളിൽ IT അധിഷ്ഠിത മേഖലകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ സർക്കാരിനാണ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത്. സർക്കാർ കൃത്യമായ നടപടികൾ എടുക്കണം. പക്ഷെ നമുക്ക് ഈ കോറോ ഹെൽത്തിൻ്റെ ഒരു അവസ്ഥ അറിയാവുന്നതാണ്. മന്ത്രിതല ചർച്ച നടത്തിയിട്ടും അതിലൊരു തീരുമാനവുമായില്ല എന്നതാണ്. ആദ്യഘട്ട ചർച്ചയിൽ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ പങ്കെടുക്കാൻ പോലും തയ്യാറായില്ല. അവരുടെ ലീഗൽ അഡ്വൈസർ മാത്രമാണ് പങ്കെടുത്തത്. രണ്ടാം ഘട്ടത്തിൽ മന്ത്രി നേരിട്ട ചർച്ചയിലേക്ക് എത്തുമ്പോൾ അവിടെ അവരുടെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ഓൺലൈനായിട്ട് പങ്കെടുക്കുകയാണ് ചെയ്തത്. അടുത്ത ഘട്ടത്തിലും ഒരുപക്ഷെ നേരിട്ട് വന്നേക്കാം എന്നതാണ്. നേരിട്ട് വരാനുള്ള സാധ്യതകളും കുറവാണെന്ന് പറയുന്നു. എന്തായാലും കടുത്ത പ്രതിസന്ധിയും വെല്ലുവിളിയും സർക്കാരും നേരിടുന്നുണ്ട്. കാരണം ഇത് സർക്കാരിനെ ഏത് രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് സർക്കാരിനും വ്യക്തമല്ലാത്തൊരു കാര്യമാണ്. പുതിയ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവർക്ക് കമ്പനി മറ്റൊരിടത്തേക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന മറ്റൊരു സംസ്ഥാനത്തേക്കെല്ലാം തന്നെ കൊണ്ടുപോകാനായിട്ടെല്ലാം തന്നെ സാധിക്കും. അതുകൊണ്ട് ഈ IT അധിഷ്ഠിത മേഖലയിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു എന്നത് സത്യമായ ഒരു കാര്യമാവുകയാണ്. സജിത്ത. അതാണ് ഡാനി സൂചിപ്പിച്ചതാണ് സാഹചര്യം. IT മേഖല IT അധിഷ്ഠിത മേഖലകളിൽ പൊതുവായ സാഹചര്യമാണ്. അവിടെ ഈ കമ്പനികളൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കമ്പനി സാധ്യതയാക്കി മാറ്റുന്ന പുതിയ തൊഴിൽ നിയമമാണോ ഭേദഗതിയാണോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും നഷ്ടമാവുന്നത് തൊഴിലാണ്, കുറേ പേർക്ക് ജീവിതങ്ങളാണ് എന്നതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.